ഹലോ. ഹലോ. ആ. ഇതാരാ ലിയാഖത്ത് ഭായ് അല്ലേ? അതെ. ആ, ഞാന് നിങ്ങളെ ശബ്ദം ഇങ്ങനെ യൂട്യൂബിലൂടെ ഒക്കെ കണ്ട് ആ. പരിചയമുള്ള അത് പരിചയിച്ച ശരി. ഒരാൾ. ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കണത്. ഓക്കെ. കുറെ ദിവസമായിട്ട് ഇങ്ങനെ വിളിക്കണം, ദിവസങ്ങൾ എന്നല്ല ഉം. മാസങ്ങളായിട്ട് വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഓക്കെ. നിങ്ങൾ തിരക്കിലാണോ? അല്ലല്ല. ഈ ഓക്കെ. ഞാനൊരു വിശ്വാസി ആയിരുന്നു. ഉം. പിന്നെ നമ്മളുടെ വിശ്വാസം എന്താന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറി ഒരു തിരിച്ചറിവ് കൊണ്ടുവന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങൾ തന്നെയാണ്. ഉം. ഫ്രീ ടൈം ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളെ വീഡിയോസ് ഉം. കേട്ട് കേട്ട് ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു കേട്ടോ. നിങ്ങളെ വീഡിയോസിനോടും പറയുന്നതിനോടൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ശരി. പിന്നീട് നിങ്ങള് മറ്റേ നിങ്ങള് വലിയ ദീന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ. അത് കേട്ട് അപ്പൊ അതിൽ നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചൊന്ന് എടുത്ത് ഉം. തുറന്നു നോക്കുമ്പോ ആ സാധനങ്ങളൊക്കെ അതേമാതിരി അവിടെ ഉണ്ട്. ഉം. അങ്ങനെ പിന്നെ അങ്ങനെയാണ് നിങ്ങളൊരു വിശ്വാസം ഇങ്ങനെ നിങ്ങളെ സംസാരിക്കുന്നതിൽ ഒരു വിശ്വാസമൊക്കെ നമുക്ക് തോന്നി തുടങ്ങിയത്. ഉം. ഇപ്പോഴും ഉം. പൂർണ്ണമായിട്ട് ഒരു നമ്മള് മുർത്തദ് എന്നൊന്നും പറയാൻ പറ്റില്ല, മുനാഫിക് എന്നൊക്കെ പറയല്ലോ. ആ. ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ചില സമയത്ത് ഇങ്ങനെ കേറി വരും. അത് എങ്ങാനും സമയമെടുക്കും. ക്ഷമ എങ്ങാനും വേണം, ബിരിയാണി കൊടുത്താലോ. സമയമെടുക്കും. അല്ലാതെ കുറെ കാര്യങ്ങളുണ്ട്. ഈ ഇടക്ക് ബിരിയാണി കൊടുക്കുന്നത് മാത്രമൊന്നുമല്ല. നമുക്ക് ആ, ആ, ചില കാര്യങ്ങൾ കാണുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആവും. പിന്നെയും ചില കാര്യങ്ങൾ അതെ. കേൾക്കുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആവും. ഈ ഘട്ടത്തില് ഇപ്പൊ ആ, നിങ്ങൾ നിൽക്കുന്ന ഈ സ്റ്റേജില് ഞാൻ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ ഇസ്ലാമികമായ വിശ്വാസത്തിന് ന്യായീകരിക്കത്തക്ക തരത്തിലുള്ള എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും ഒരു ഉം, ഖുർആൻ സയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഖുർആന്റെ പ്രവചനം ആ, അങ്ങനെയൊക്കെ കാണുമ്പോൾ വീണ്ടും ഇത് അതെ. ശരി തന്നെയല്ലേ എന്ന് വീണ്ടും തോന്നും. അത് 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 വേറെ കാര്യം എന്താ സ്വാഭാവികം. വെച്ചാല് നമ്മള് മറ്റേ അൺമാസ്കിങ് ആ. ടീം ഉണ്ടല്ലോ. ആ. അവരിപ്പോ ഒരു ഒരു വേറെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ട് വരുമല്ലോ. ഇപ്പോ ഉം. ആ ഒരു ഫിലോസഫി, ഈ ഉം. സാധനങ്ങൾ ഉം. മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും ഉം. എന്താന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്ത, ഉം. നിങ്ങൾ അത് പ്രകാരം നിങ്ങൾ നടക്കുന്നത് ഒരു ഫാൾസ് ഫാലസി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഉം. നമ്മളിപ്പോ ഇപ്പൊ ഒരാളോട് നിങ്ങൾ എന്താണ്, നിങ്ങളിപ്പോ റീസെന്റ് ഇപ്പൊ ഇൻസിസ്റ്റിനെ പറ്റിയിട്ട് ഒരു കാര്യം ചോദിക്കണ്ടല്ലോ. ഉം. നിങ്ങളത് എന്ത് പ്രകാരമാണ് ഉം. അത് തെറ്റാണെന്ന് പറയണത്? ഉം. അപ്പൊ അത് ചോദിക്കുമ്പോ അപ്പൊ നമ്മളിപ്പോ ഈ വിശ്വാസം വിട്ട് കഴിഞ്ഞാല് ഉം. ഇനിയിപ്പോ അത് നമ്മളത് തെറ്റാണെന്ന് പറയാനുള്ള വേറൊരു കാര്യം എന്തിന്റെ ബേസിലാണ് നമ്മൾ നമുക്ക് തെറ്റാണെന്ന് അറിയാം. ഉം. പക്ഷെ അത് എന്തിന്റെ ബേസിലാണ് നമ്മൾ തെറ്റാണെന്ന് പറയാന്നുള്ള അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോ ഉം. അതും ശരിയാണല്ലോ. ഉം. അങ്ങനെ ഒരു ചാഞ്ചാട്ടം എപ്പോഴും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇപ്പോഴും ആ. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉം. പടച്ചോണ്ടെങ്കിലും ഈ ഉം. പുസ്തകത്തിൽ പറഞ്ഞ പോലത്തെ ഒരാൾ ഉണ്ടാവാന് ഉം. ഒരു സാധ്യത കുറവാണെന്നുള്ളൊരു സാധ്യത, അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതില് ഉറപ്പുണ്ട്. ഈ കാരണം ഫിലോസഫിന്റെ കഥ എന്താ അറിയോ? ആ, ഇപ്പോ ഫിലോസഫി എന്ന് പറയുന്നത് ജ്ഞാനങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ആർജിക്കാനുള്ള ഒരു മെത്തഡോളജി ആയിട്ട് ആദ്യകാലത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഉം, ചിന്തകളിലൂടെ, തർക്കങ്ങളിലൂടെ, ആ, ആർഗ്യുമെന്റ്സിലൂടെ ഒക്കെ നമ്മൾ ശരികളിലേക്ക് എത്തിപ്പെടാൻ സ്വീകരിച്ചിരുന്ന ഒരു രീതിശാസ്ത്രമാണ് തത്വശാസ്ത്രം എന്ന് ആ, പറഞ്ഞത്. ആ, ആക്ച്വലി ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് ഉം, നിഗമനത്തിലെത്തുന്നതിന് തത്വശാസ്ത്രം ഉപയോഗിക്കുന്നത് ഇസ്ലാമിന്റെ ദൃഷ്ട്യാ ഹറാമാണ്. ആ, 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 അതായത് ആ, ഇസ്ലാം ഓക്കെ. മനസ്സിലായോ? അപ്പൊ ആ, ഓക്കെ. ഫിലോസഫി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നതിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ആ, ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു മേഖല, ആ ഫിലോസഫിയെ ഉം, കുറിച്ച് പഠിക്കുന്നത് ഉം, അത് ഉം, അനുവദനീയമാണോ അല്ലേ എന്നുള്ളത് പോലും പണ്ഡിതന്മാർ തർക്കിച്ച വിഷയമാണ്. അപ്പൊ പല ആൾക്കാരും അത് ഇസ്ലാമിന്റെ ആശയധാരയോട് പിന്നെ ആ, ആ, നേർ വിപരീതം വരാത്ത രീതിയിൽ, വൈരുദ്ധ്യം വരാത്ത രീതിയിലുള്ളതാണെങ്കിൽ പഠനം ഉം, അനുവദിക്കാമെന്നും, ഉം, അതേ ആ, സമയത്ത് ഫിലോസഫി പഠിക്കണമെങ്കിൽ ആ ആ, ആ, പഠിതാവിന് ഇസ്ലാമികമായ ആ കാര്യങ്ങളിൽ പൂർണ്ണമായ, അതായത് അടിയുറച്ച ഉം. അചഞ്ചലമായ ഒരു ദീനീ ബോധം, ഈമാൻ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഫിലോസഫി തൊടാൻ പാടുള്ളൂ എന്നാണ്. ഏ, അല്ലെങ്കിൽ അതും പോയി മനസ്സിലായോ? പോവോ? ആ ആ ഫിലോസഫി. അപ്പൊ അത് അത് ഫിലോസഫേഴ്സിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ച് അറിവിനെ കുറിച്ച് ഒക്കെ മനുഷ്യന്റെ ജ്ഞാനമാർഗത്തിന് ഫിലോസഫി ഉപയോഗിച്ച കുറെ ആളുകൾക്കെതിരെ മരണ ഉം, വാറണ്ട് പുറപ്പെടുവിച്ച മതാണ് ഈ സാധനം. അവര് ഉം, ഉം, ഫിലോസഫിക്കലി കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ മുർത്തദ്ദാക്കിയ മതാണ്.
അപ്പോ ആ അത്തരം ഒരു ടൂൾ എടുത്തിട്ട് ആ ഇസ്ലാമിനെ ആ. സ്ഥാപിക്കേണ്ടി വരുന്ന ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കണം. അതാണ് മനസ്സിലായി? അത് ചില സാധനങ്ങൾ നമുക്ക് ചില സാധനങ്ങളൊക്കെ പറയുമ്പോ ഇനി അതെന്താന്ന് നമ്മള് വേറെ അത് നോക്കിയിട്ട് വേണം. കൺഫ്യൂഷൻ ആക്കാൻ ഫിലോസഫിയിൽ എളുപ്പം കഴിയുവേ. ഫിലോസഫി ആ ആ. ഉപയോഗിച്ചിട്ട് ഈ ഫിലോസഫിയിൽ അങ്ങനെയാണല്ലോ ആളുകള് ഒരു ഉം. കാര്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങളും ഉം. സംവാദങ്ങളും പിന്നെ ആർഗ്യുമെന്റ്സ് ഒക്കെ ആണല്ലോ. അപ്പൊ ഏറ്റവും നന്നായിട്ട് നല്ല അതെ അതെ. ആർഗ്യുമെന്റ് വെക്കാൻ കഴിയുന്നവനാണ് ഫിലോസഫിയിൽ ആ ആ. വിജയിയായിട്ട് അതെ. കാണുന്നത്. അതല്ലാതെ ഇതിന് വേറെ മെത്തഡോളജി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ അതെ അതെ. പറഞ്ഞത് ഇസ്ലാമിക് സ്കോളേഴ്സിലെ ഭൂരിപക്ഷ ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഉം ഉം. ഫിലോസഫി ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഹറാമായിട്ട് പഠിക്കുന്നതിനെ കുറിച്ച് പോലും ഹറാമാണെന്ന് ഉം ഉം. അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. അപ്പോ ആ ആ. ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് അനലൈസ് ചെയ്യാനോ ഇപ്പൊ ഇസ്ലാം ഉം. ദൈവമുണ്ടോ ഇല്ലേ എന്നതിലേക്ക് എത്താൻ ഉം വേണ്ടി ഉം. ഫിലോസഫിക്കൽ ആർഗ്യുമെന്റിലേക്ക് പോകുന്നത് തന്നെ ആ ഇസ്ലാമിന്റെ ആ. ദുരന്താണ്. അത് അത് ശരിയാ. മനസ്സിലായി? അല്ല, ഇസ്ലാം പ്രകാരം തെറ്റായ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇസ്ലാം ഉം. ശരിയാണെന്ന് സ്ഥാപിക്കേണ്ടി വരുന്നതിന്റെ ഗതികേട് ആലോചിച്ച് നോക്കൂ. ഞാൻ അത് പറഞ്ഞു വന്ന ശരിയാ. അതല്ല. ഉം. നമ്മക്കിപ്പോ നമ്മൾ ചെറിയ പ്രായം തൊട്ട് നമ്മൾ പഠിച്ചു വളർന്നതും നമ്മളെ പഠിപ്പിക്കപ്പെട്ടതും നമ്മൾ ആരാധനയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നല്ലോ. ഉം ഉം. ജീവിതത്തിന്റെ ഭാഗമല്ല, നമ്മൾ എന്ന് പറഞ്ഞ സെൽഫിന്റെ ഭാഗമായിട്ടാണ് അള്ളയും അതെ ഖുർആാനും ദീനും ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതെ അതിനെ നമ്മൾ അൺലേൺ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ സമയമെടുക്കുന്ന, നല്ല അതെ ക്ഷമ വേണ്ട, മനോധൈര്യം വേണ്ട ഒരു പ്രവൃത്തിയാണ്. അതെ അതെ. ഇതൊരു ഫാഷനായിട്ട് ഉപയോഗിക്കാൻ ഞാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ. അതെ ഞാൻ ഏത് ലെവലിൽ എത്തിയെന്ന് എനിക്ക് ഈ അടുത്തൊരു ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അപ്പൊ എനിക്ക് ഉം, ഞാൻ നല്ല വഴിയിലൂടെ പോകണമെന്ന് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാല് ഉം, പണ്ട് നമ്മള് ഉം, എന്താ പറയാ ഒരു വെള്ളിയാഴ്ച ജുമക്ക് കൂടാൻ നേരത്ത് നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഉം, അത് മാറ്റിയിട്ട് നമ്മൾ ജുമക്ക് ഓടിയൊരു കാലം ഉണ്ടായിരുന്നു. ഉം, ഒരു പ്രാവശ്യം ഓടി എന്താ പറയാ ബൈക്ക് തട്ടി സൈക്കിളിന് തട്ടി അങ്ങനെ ഉം, ഹോസ്പിറ്റലിൽ അങ്ങനെ സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഉം, എന്നാൽ ഈ അടുത്തൊരു 2-3 ആഴ്ച മുമ്പ് ഉം, ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഉം, സാധനങ്ങളൊക്കെ മേടിച്ച് ഉം, ഒരു 12:30 ആയപ്പോ ഞാൻ ഉം, കഴിഞ്ഞ് വീട്ടിലെത്തണം. അപ്പൊ ഉം, നമ്മൾ ചിന്തിക്കണം ഇനിയിപ്പോ വീട്ടിൽ പോയാല് വീട്ടുകാരെ വിഷമിപ്പിക്കാൻ വേണ്ടി പള്ളി പോകേണ്ടി വരുമല്ലോ ഉം, എന്ന് കരുതി ഉം, ഒരു 12:30 മുതൽ ഒരു 1:15 വരെ വണ്ടി എടുത്ത് ഉം, നമ്മൾ നാട്ടിൽ കൂടി പോയാല് അവിടെ എന്താ ഓൻ പള്ളി പോകത്തെന്ന് ചോദിക്കും. ഉം. അപ്പോ അപ്പൊ കുറച്ച് ദൂരെ നമ്മള് സ്ഥലത്തേക്ക് പോവാ. കുറച്ചൊക്കെ എല്ലാരും ഒന്ന് ചെയ്യുന്ന കാര്യമാണത്. ചുറ്റിക്കറങ്ങി കുറച്ച് ചുറ്റിക്കറങ്ങി ഉം, എന്ത് ചെയ്യാ എന്നിട്ട് ആ സമയമാകുമ്പോഴേക്കും തിരിച്ചു ഞാൻ ആ ഉം, ബൈക്കുമ്പോ പോയപ്പോ തന്നെ ഞാൻ ചിന്തിച്ചു ഉം, ഞാനിപ്പോ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്. ഐ മീൻ ഉം, മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അത് ഉം, അധികമൊന്നും ആയിട്ടില്ല ഒരു 5-6 വർഷത്തിനുള്ളിൽ നടന്ന മാറ്റാണ്. ഉം, ആ ഒരു സമയത്ത് നിന്ന് ഇപ്പൊ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയാണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഉം, നമ്മൾ പറഞ്ഞു നമുക്ക് ഉം, പള്ളിക്ക് പോകുമ്പോ അതിനോടൊരു ഉം, എന്താ ഉം, പറയാ എന്തിനാ ഇപ്പൊ ഞാൻ ആ കഷ്ടപ്പെട്ട ആ ഒരു സംഭവത്തിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നല് ഉം, നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഉം, ഉം, ഇപ്പൊ നമ്മൾ വർക്ക് ഫ്രം ഹോം ആണ്. എനിക്ക് വർക്ക് ഫ്രം ഹോമും കൂടി ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഉം, എന്ത് ചെയ്യുന്ന വെച്ചാല് ഉം, ഉമ്മ ഒന്നും പറയാം എനിക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ നേരത്തെ എനിക്കൊരു മീറ്റിംഗ് കൂടുതലാണ്. ഉം. ഏഹ് അപ്പൊ ആ, അപ്പൊ നമ്മൾ പറയും മീറ്റിംഗിലാണ് ഉം, ഇപ്പൊ വരാൻ പറ്റില്ല. ഉം. അപ്പൊ ഒരു 12:45 1 മണി കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. കാര്യമില്ല. ഉം. കാര്യമില്ല. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഇപ്പോ അത് അങ്ങനത്തെ ലെവലിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഈ ഏരിയ. ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേജില് ഉം ഇത് ഉം. സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഉം ഭയങ്കര ഉം ഉം. ബുദ്ധിമുട്ടാണ്. നാട്ടിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ബൈക്ക് എടുത്തൊന്ന് അപ്പുറത്തെ മഹല് വഴി ഒന്ന് കറങ്ങി തിരിച്ചു വരാം. അതെ അതെ. ഗൾഫിലൊക്കെ നിൽക്കുന്നവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഉം ഉം. അപ്പൊ എന്തായാലും അത് അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആ. എന്റെ അനുഭവം ഞാൻ കുറെ ആൾക്കാരോട് സംസാരിച്ചെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഉം ആളുകള് വിചാരിക്കുന്നത് ഈ ദൈവവിശ്വാസം ഇല്ലാണ്ടായാല് നമുക്കൊരു ആശ്രയം, ഒരാളിനെ വിളിച്ചിട്ട് ഒരു അത്താണി വേണ്ടേ എന്നാണ്. ഉം അപ്പൊ ഈ ഉം. അത്താണിയാണ് പോകുമ്പോ നമ്മളാകെ ടെൻഷൻ ആവും, നമുക്ക് കാര്യങ്ങളെ ആകെ ഉം ജീവിതത്തിൽ ഒരു എന്താ പറയാ നിരാശ്രയത്വം, മീൻസ് അങ്ങനെയല്ല, നമുക്ക് ആശ്രയിക്കാൻ ഉം ഉം. ആളില്ലാത്ത അവസ്ഥ വരിക, നമുക്ക് പേടി ടെൻഷൻ കൂടുക. അങ്ങനെയാണോ ഉം നിങ്ങളെ ഉം. അനുഭവം, അതോ മനസ്സിന് നല്ല മനസ്സമാധാനം കിട്ടുന്നതാണ് അനുഭവം? ഇപ്പം വിശ്വാസം മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാല് മറ്റേത് രാവിലെ എണീക്കുമ്പോ ഒരു ടെൻഷനാണ്. ഉം, സുബി കളായല്ലോ ഉം, അത് ഭയങ്കര ടെൻഷനാണ്. ഉം, അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് ഉം, ളുഹറ് ഉം, അസർ ഉം, മഗ്‌രിബ് ഇശാ. ഉം, നമ്മൾ ഇശാ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉം, ചിലപ്പോ മാറ്റി വെക്കും. ഉം, എന്താണ് പിന്നെ നിസ്കരിക്കുക. ഇത് ഈ സമയമൊക്കെ നമ്മൾ മൈൻഡിലെ ഈ ഉം, സാധനം കിടന്ന് കളിക്കാണ്. ഉം, പോണല്ലോ നിസ്കരിക്കണല്ലോ. അപ്പൊ ഉം, അത് അങ്ങനത്തെ ചിന്ത ആദ്യമേ പോയി എന്നുള്ളത് വലിയൊരു സമാധാനമാണ്. ഉം, ഉം.
പിൻ പിന്നെ ഇപ്പൊ പിന്നുള്ളത് നമ്മൾ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുന്നു, ഒരു സാഹചര്യം ആ വരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള്, നമ്മളെ നാട്ടിലെ ഉം, ഒരാള് പെട്ടെന്ന് നമ്മളെ വീട്ടിലൊരാള് പിരിവിന് വരുന്നത്. ആ അപ്പൊ ഈ പിരിവിന് വരുമ്പോ നമ്മൾ കൊടുക്കണോ കൊടുക്കണ്ടേന്ന് ആലോചിക്കുന്നതിനകത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തില് നമ്മൾ ഇടപെടുമ്പോ അവിടെയൊക്കെ അത് അയാൾ മുസ്ലിം ആണോ, അത് ഇസ്ലാം ആണോ, അത് ഇസ്ലാമികമായിട്ട് ആ ശരിയാണോ, ഇങ്ങനെ കുറെ കൺഫ്യൂഷൻ. നമ്മളുടെ ശരി തെറ്റ് എന്നുള്ള ബോധത്തിനപ്പുറത്തേക്ക്, ആ ആ നാട്ടിലെ ആ. നിയമത്തിനപ്പുറത്തേക്കും ഈ മതം ഇങ്ങനെ പുറകെ കൂടുന്ന ഉം, അവസ്ഥയിൽ നിന്ന് ഉം. മാറ്റം വരൂലേ? അത് തീർച്ചയായിട്ടും വരും. നമുക്ക് എന്നിരുത്തി നമ്മളിപ്പോ ചില ആളുകളൊക്കെ പറയണ്ട് മതം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോന്നിയ പോലെ ജീവിക്കാനാണ് പോകുന്നത്. അതൊന്നും അത് എനിക്ക് അവരുടെ പേടി കൊണ്ട് പറയണല്ല. ചില വെറും ആൾക്കാർ അവരുടെ അതെ. പേടി കൊണ്ട് പറയണതാണ്. ചില ആളുകൾ അത് ഉം, മനഃപൂർവ്വം നുണ പറയുന്നതാണ്. ഇപ്പൊ ആ, ഈ ഉം, അമ്മ ഉം. പെങ്ങ പോകൾ മാത്രം പറയുന്ന കുറെ മൂല്യന്മാരുണ്ട്. ആ ആ യു എ ടീമിലുണ്ട് അങ്ങനെ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത കുറച്ച് ആൾക്കാര്. ആദ്യത്തെ ആ ഒരു ഉണ്ണാമുണുങ്ങനോട് ഞാൻ പണ്ട് ചോദിച്ചു, എന്നോട് ഡയലോഗ് ആ അടിച്ചപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ എങ്ങനെയാണ് പിന്നെ ഉമ്മയായിട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിലും ആ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ദേഷ്യപ്പെടണ്ട, ഞാൻ അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. ആ, ആ ആ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പൊ ഞാൻ ആ ചോദിച്ചു, അത് ശരിക്കും മദ്രസയിൽ എത്രാം ക്ലാസ്സിലാണ് നിങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യരുതെന്ന്? ഉം, ഉം. പുസ്തകത്തിലൊക്കെ അങ്ങനെ ഡയറക്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടോ? ആ അപ്പൊ ആ എന്നോട് പറഞ്ഞു. അപ്പൊ അവന് കാര്യം മനസ്സിലായി. ആ കുറച്ച് ആ കഴിഞ്ഞ് അവൻ വർത്താനം പറഞ്ഞ അവസാനം അവനോട് ചോദിച്ചു, ആ നിങ്ങൾക്ക് ശരി ഇപ്പൊ ഇത് മതം പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത് ചെയ്യാത്തത്. ഇപ്പൊ ആ മതം പറഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പോ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നു, ആ സ്ത്രീനെ ഉം, നോക്കുന്നു, ഉം, നമുക്ക് അവരോട് ഒരു ആകർഷണം തോന്നുന്നു, നമ്മൾ അവരെ ഒന്നും കൂടി ഒന്ന് ആ കണ്ണോടെ നോക്കാത്തത് മതം പറഞ്ഞുകൊണ്ടാണല്ലോ. നമുക്ക് ഉം, തോന്നും, ഉം. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണ് താഴ്ത്തും. ഇതാണല്ലോ ഒരു ഇസ്ലാമിന്റെ ഒരു വീക്ഷണം. അതെ അതെ. കള്ള് കുടിക്കണം എന്ന് തോന്നും, ബാറിന്റെ മുന്നിൽ കൂടിയൊക്കെ പോകുമ്പോ രണ്ടെണ്ണം അടിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ ആ അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ കുടിക്കരുത്. മറ്റേ അബ്ദുറഹ്മാൻ എന്താണ് അബൂബക്കർ കാസിമി പറയുന്നുണ്ട്, നമുക്ക് എന്താ വ്യഭിചരിക്കാൻ ആഗ്രഹം ഇല്ലാത്തോണ്ടാ, കള്ളു കുടിക്കാൻ പൂതിയില്ലാത്തോണ്ടാ എന്ന് പറയുന്ന ആ സാധനം. ഇവർക്ക് അപ്പൊ എന്ത് ഞാൻ ചോദിച്ചു ബേസിലാണ് ഇത് ഇവനോട്, ഇതേ പറയണത്? സാധനം ഞാൻ ആ ഇവനോട് ചോദിച്ചു. അപ്പൊ നിനക്ക് ഇങ്ങനെ ഉമ്മാനെയൊക്കെ കാണുമ്പോ ആ ഇങ്ങനെ തോന്നും, ആ പക്ഷെ നീ കൺട്രോൾ ചെയ്യും, ആ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ആ ആ ആ. അങ്ങനെയാണെങ്കിൽ തന്നെ അവനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാലോ. അതെ. അപ്പൊ അവൻ പറഞ്ഞു, അല്ല അങ്ങനെ തോന്നാറില്ല എന്ന് പറഞ്ഞു. ഉം, അതെങ്ങനെ തോന്നാതിരിക്കൂലല്ലോ. ഉം, അപ്പൊ അവൻ പറഞ്ഞു, അല്ല അത് തോന്നൂല, അത് ശാസ്ത്രീയമായിട്ട് അതിന് കാരണങ്ങളുണ്ട്. നമ്മള് ഉം. ചെറിയ പ്രായം തൊട്ട് അടുത്ത് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് ഇങ്ങനെ സെക്ഷൽ ആ അട്രാക്ഷൻസ് കുറവായിരിക്കും, അടുത്ത രക്തബന്ധുക്കളോട് അട്രാക്ഷൻ കുറവായിരിക്കും. ആ ആ അപ്പൊ ആ അതെന്താ കാരണം? അതല്ല, ജനിതകപരമായിട്ട് തന്നെ അങ്ങനെയാണ്. ആ ഞാൻ ചോദിച്ചപ്പോ മുസ്ലിങ്ങൾക്ക് ഒരു ജനിതകവും ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേറെ ജനിതകമാണോ, ആ. അതോ ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആൾക്കാരുടെ ജനിതകം അപ്പോ വെച്ചിട്ടൊന്ന് ചേഞ്ച് ഉം, ചെയ്യോ, ഉം, എന്താ സംഭവം ഉം, എന്ന് ഉം. ചോദിച്ചേ. ആ അല്ലാതെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പറഞ്ഞു. എന്നാ പിന്നെ ഈ ആ വൃത്തിയായിട്ട വർത്താനം പറഞ്ഞ് ഇനി എന്റെ അടുത്ത് വരരുതിട്ടെന്നാണ്. അങ്ങനെ വിട്ടവനാണ് അവൻ. ഇന്നലെ ഇരുന്നിട്ട് ഇത് വർത്താനം പറയണ്ടായിരുന്നു. ആ. അവന്റെ വീഡിയോ കോൾ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ പുറത്തിടാ. വേറെ ആരുമല്ല, ബാസിലാണ്. ഏ അത് എനിക്കിതൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ആ, എന്താ പറയാ, നമ്മള് ഈ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സാധനങ്ങള്, ഈ ഉം, മതം ഇല്ലെങ്കിൽ അതൊക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് അത് എങ്ങനെ കിട്ടുക എന്നുള്ളത്. ഇപ്പൊ ഉം, ഞാന് നമ്മളിങ്ങനെ പഠിക്കണ സമയത്തൊക്കെ ഉം, നമ്മളത് ഈ പെട്ട മുസ്ലിം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെന്നെ ചിലപ്പോ എന്ത് ചെയ്യും, ഒരു ഉം, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഒരു കാരണമില്ലാണ്ട് അത് ഉം, എന്ത് ചെയ്യും, ചിലപ്പോ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഒരു കാരണമില്ലാണ്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് വേറെ പോകുന്ന ആൾക്കാരുണ്ട്. ഉം, അതല്ലെങ്കിൽ വേറെ മതത്തിൽപ്പെട്ട ആൾക്കാരിൽ ചില ആളുകൾ ഉം, ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉം, കൃത്യമായി പാലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഉം, എന്റെ ഒരു സുഹൃത്തുണ്ട് ഇതേമാതിരി, ഉം, എന്ത് വാക്ക് പറഞ്ഞാലും കറക്റ്റ് ആയിട്ട് പാലിക്കും. ഒരു ഉം, നമ്മളെ മതത്തിൽപ്പെട്ട ആളുമല്ല. ഉം. അപ്പൊ ഞാൻ ഈ അവനൊരു ദിവസം ധാർമ്മികത വിളിച്ചെടുത്തിട്ട് എന്ന് പറയുന്നത് വളരെ ആ വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളാണ്. അതായത് ഉം, ഉം, സമൂഹത്തിന്റെ ഒരു പൊതു ബോധം ഉണ്ടാവും, നന്മ അതെ. തിന്മ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ധാർമ്മികത എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുമ്പോൾ ഉം, ഉം, ഉണ്ടാവേണ്ടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി വന്ന എറർ ആൻഡ് ട്രയലിലൂടെ നമ്മൾ ഉരുത്തിരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു സോഷ്യൽ നോംസ് ആണ്. ഉം, ഉം, ഇത് കാലങ്ങൾക്ക് പല പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, നേരിയ വ്യത്യാസം ഉം, ഉണ്ടാവും. ഉം, ആഗോളതലത്തിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ചില മൊറാലിറ്റി ഉം, കൺസെപ്റ്റുകൾ ഉണ്ടാവും. ഉം, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറയാണ്, ഒരാളുടെ മതസ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്താൻ പാടില്ല എന്നുള്ളത് യൂണിവേഴ്സലി അംഗീകരിക്കുന്ന ഒരു മൊറാലിറ്റിയാണിത്. ഉം, ഉം, മറ്റൊരാളുടെ ഉം. വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. അതെ. അത് പക്ഷെ ഇസ്ലാമിൽ ഇല്ല. ആ ആ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മതം കൊണ്ട് ഒരാൾ മോറലാവുമെങ്കിൽ ഉം, ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ സ്വവർഗ പ്രശ്നമൊക്കെ ആണെങ്കിൽ ഭയങ്കര യു എ ടീമിന്റെ വലിയ ചർച്ച. ഉം, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്വവർഗ പീഡനത്തിന്റെ
പീഡനത്തിന്റെ ഞാന് കേട്ടോ, പോക്സോ ഞാ കേസില് സ്വവർഗ ആ ഇതിലുള്ള പീഡനങ്ങൾ നടക്കുന്നതിന്റെ കണക്കെടുത്താൽ അതിലെ 90% മദ്രസകളിലും ദർസുകളിലും നിന്നുള്ള കേസാണ്. അതില് ഞാനൊരു എക്സാമ്പിൾ ആണ്. അതാ ഞാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഉം, ഒരു ഉസ്താദ് ഉം, ക്ലാസ്സിൽ നിന്ന് എല്ലാ കുട്ടികളെയും ഉം, പുറത്ത് നിർത്തിയിട്ട് ഉം, എന്നെ ക്ലാസ്സിന്റെ ഉള്ളിൽ കയറ്റി. ഉം, എന്നിട്ട് കമഴ്ത്തി കിടത്തി ഉം, പാന്റ് ഊരി ഉം, ഉസ്താദ് എന്താ ചെയ്യണത് എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു പ്രായമല്ലായിരുന്നു ഞാൻ. ഉം, 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 ഞാന് ഇതുവരെ ഞാൻ അങ്ങനെ അധികം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഉം, ഒരു 4 വർഷം മുമ്പ് വരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഉം, പിന്നെ ഈ വിശ്വാസം പോയതിനു ശേഷം ഞാൻ ഉം, എന്ത് ചെയ്തു, വീട്ടിൽ ഈ വിശ്വാസം പോയതിനെ പറ്റി ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിരന്തരം ഞാൻ ഉം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും വീട്ടുകാരോട്. ഉം, അങ്ങനത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടാവും. ഉം, ഇതിന്റെ ഇടയിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, ഇന്ന ഉം, ഉസ്താദ് ഉം, ഇന്ന മദ്രസയിൽ ഇന്ന 1-ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഉം, ഇന്ന എങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉം, അപ്പൊ എന്ത് അന്ന് പറയായിരുന്നു? ഉം, എന്നോട് അടുത്ത ചോദിച്ചു, അന്ന് എനിക്ക് എന്താണ് സാധനം എന്ന് അറിയില്ലായിരുന്നു, ഉം, ഉം, അതിനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. ഉം. അങ്ങനെ അത് അത് സംഭവങ്ങൾ മാത്രമല്ല, ആ ഉണ്ടാവും. പ്രായത്തില് നമ്മളുടെ പേടിയും സാധനങ്ങളൊക്കെ അതെ, ഉണ്ടല്ലോ. അതെ. അപ്പൊ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഈ ഉം. പുസ്തകത്തിലുള്ളത് കൊണ്ടാണ് മൊറാലിറ്റി ഉണ്ടാവുന്നത് എന്ന് പറയുന്നതിന് അത്രയും വലിയ വിഡ്ഢിത്തം വേറെ പറയാനില്ല ഒരു മനുഷ്യനെ. കാരണം അതല്ല അതെ. എന്നുള്ളതിന് നമ്മളെ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതമാണ് തെളിവ്. ഉം, ഇപ്പൊ ഉം, ഉം. ഇസ്ലാമിന്റെ മൊറാലിറ്റി അനുസരിച്ചിട്ട് ഈ പുസ്തകത്തിലുള്ളത് അനുസരിച്ച് സ്വവർഗം, ഉം. അനുരാഗം തെറ്റാണ്. അതെ. പള്ളി ദർസുകളിൽ പഠിച്ച മൂല്യന്മാര്, നിങ്ങൾ ചെറിയ കുട്ടികളെ ഉം, കൗൺസിൽ ഉം. ചെയ്താല്, ഞാൻ പറഞ്ഞത് അതിന്റെ റേറ്റ് ഒരു 90% ആയിരിക്കും. അതെ, അതെ. അത് 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 പരസ്പര ധാരണയോടുകൂടി ചെറിയ പ്രായത്തിന്റെ അറിവിൽ, ചെറിയ ഉം, പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും അറിയാതെയും സമ്മതിച്ചും ആസ്വദിച്ചും ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ട് ഉം, ഉം. നിർബന്ധിതമായ പീഡനത്തിന് ഇരയാകുന്നവരും ഉൾപ്പെടെ എല്ലാവരും, അതല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അത് അവിടുത്തെ ഒരു നോംസ് ആണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഭാഗമാകുന്നവരും ഒക്കെ ഉണ്ടാവും. അതെ. എത്രയോ ആളുകളോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഉം, ഉം. അപ്പോ എന്തുകൊണ്ടാണ് ആ ഒരു ഇസ്ലാമിന്റെ മൊറാലിറ്റി അവിടെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത്? ഉം. അതേ സമയത്ത് ഇസ്ലാമിൽ ഇല്ലാത്ത എല്ലാവരും ഇത് ചെയ്യുന്നവരാണോ? ഇപ്പൊ ഇല്ല. ഇസ്ലാം അനുവദിച്ച കള്ളുകുടി എന്തോ ഒരു ഉം, സുഖാസ്വാദന സംവിധാനമായിട്ടാണ് ഇസ്ലാം ഉം. പരിചയപ്പെടുന്നത് കേട്ടോ. മനസ്സിലായി. അത് അതെ. സുഖാസ്വാദനം അതെ. ആയതുകൊണ്ട് ഇവിടെ ആ, ഒഴിവാക്കാൻ പറഞ്ഞു, നമുക്ക് നാളെ ആ സുഖം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ അതെ. മുസ്ലിങ്ങൾ കള്ളുടിക്കാത്തവരാകുന്നത് മതം പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ മദ്യപാനം തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ ആ, അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ ആരും മദ്യപിക്കാറില്ല എന്ന് നമുക്ക് കാണണം. ഉം. മദ്യപാനം എന്ന് പറയുന്ന ഒരു 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 കാര്യത്തോട് ഒരു വ്യക്തി സ്വീകരിക്കുന്ന സമീപനത്തിനനുസരിച്ചിട്ടാണ് ആ വ്യക്തി ഇത് ചെയ്യോ ഇല്ലേ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. അതെ. സൊസൈറ്റി അതിനെ തെറ്റാണോ ശരിയാണോ എന്ന് നിർണ്ണയിക്കുന്നത് എപ്പോഴാ? അത് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിനെയും മറ്റുള്ളവർക്കും കൂടി. ബാധിക്കുന്ന തരത്തിൽ അതെ. അത് പ്രകടമാകുമ്പോഴാണ്. അപ്പൊ ഈ ഉം, ഉം. ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ, അതിന്റെ അവകാശവാദമൊക്കെ ഇസ്ലാം പറയുന്നത് തന്നെ വലിയ പരിഹാസ്യമായിട്ടുള്ള സാധനമാണ്. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ആ, ഈ ആ. അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ അടിമ സ്ത്രീകളെ ഭർത്താവ് ഉം. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ശാരീരികമായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഖുർആന്റെ അനുവാദം. അതേ അതെ. സമയത്ത് യാതൊരു തരത്തിലും വേറെ ഒരാൾക്കും ഒരു ദോഷമില്ലാത്ത ഏഹ് ഉം, ഉം. ഒരവസ്ഥയിൽ പോലും സ്വയംഭോഗം തെറ്റുമാണ്. അതെ. അപ്പൊ ഇത് രണ്ടും താരതമ്യം ചെയ്താൽ അറിയും ഉം, ഇത് ഉം. എന്താണ് ഈ ധാർമ്മികത എന്നുള്ളത്. അവര് ഈ ആ, ഈ ഈ പറയുന്ന ആ സ്ത്രീകളുടെ ഇപ്പൊ യുദ്ധത്തിന് പിടിച്ചെടുത്തിട്ട് ഈ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ ഒരു മെന്റാലിറ്റിയെ പറ്റിയിട്ട് ഈ പറയുന്ന ആളുകൾ അല്ല, എന്തുകൊണ്ടാണ് ഇവരുടെ ചിന്തിക്കാത്തത്? ധാർമ്മികത എന്താ വെച്ചാൽ അള്ളാഹ് അത് അനുവദിച്ചിട്ടുണ്ട്, പിന്നെ കുഴപ്പമില്ല. ഇതാണ് ആ, ഇവരുടെ ധാർമ്മികത. അള്ളാഹ് എന്നല്ല അനുവദിച്ചത് അവര് എന്തോ അത് നല്ലത്, അള്ളാഹ് ചെയ്യരുതെന്ന് പറഞ്ഞ എന്തോ തെറ്റ്. എന്നിട്ട് ഇവര് ചോദിക്കും അത് ബാക്കിയുള്ളവരോട് ഈ യൂയക്കാരൻ വലിയ ചോദ്യം ചോദിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉം, അതായത് ഉം. ഇൻസെസ്റ്റ് തെറ്റാണെന്ന് പറയാൻ നിങ്ങളുടെ ബേസ് എന്താണെന്ന് വെച്ചാൽ, ആ, അതെ. ഈ അടുത്തെന്തോ മനസ്സിലായോ? വന്നിട്ടുണ്ടായിരുന്നു. അത് ആ, ഓനക്ക് അതിന് മറുപടി കൊടുക്കും, പക്ഷെ ഓൻ പരസ്യമായിട്ട് വേദിയിൽ വരണം. ആ. ഓനക്ക് സ്വകാര്യത്തിലല്ല, ഓൻ ആ സാധനത്തിലിട്ടൊന്ന് പിടിക്കാനുണ്ട്. ഉം, മനസ്സിലായോ? ഓൻ ഉം, ആദ്യം ഉം. അടിമത്തമൊക്കെ വരട്ടെ. അബ്ദുള്ള ഫസലാണ് ചോദിക്കുന്നത്. ആ, അബ്ദുള്ള ആ, ഫസലിനോടാണ് ഞാൻ ഞാൻ പണ്ട് ഈ ഇൻസെസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ട് ഈ ഡയലോഗ് അടിച്ചിട്ട് പോയത്. ഉം, ഉം, മനസ്സിലായോ? ഉം. അത് പിന്നെ ഉം. ജനിതകപരമായ, അപ്പൊ അതിന് ഇഷ്ടം പോലെ കാരണങ്ങളുണ്ട്. നമ്മളുടെ മൊറാലിറ്റി നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് തുടങ്ങിയ മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് ഉം. മനസ്സിലാവും. പക്ഷെ അതെ. വിശ്വാസികൾക്ക് പുസ്തകത്തിൽ വേണം. ആ, ഓക്കെ. ഇപ്പൊ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലായ പോരല്ലോ, അവരിപ്പോ എന്തൊക്കെയോ ഒരു തിയറി ഒക്കെ സാമാന്യ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ബുദ്ധിക്ക് മനുഷ്യർ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് മൊറാലിറ്റി ഉണ്ടായിട്ടുള്ളത്. ആ, അതാണ് വേറെ ചില ആൾക്കാർ പുസ്തകത്തിൽ എഴുതി വെച്ചത്. ആ, ആ. മുഹമ്മദിന്റെ അത് സാമാന്യ ബുദ്ധി അനുസരിച്ച് അടിമഭോഗം ഹലാലും സ്വയംഭോഗം ഹറാമുമാണ്.
ആ, ആ, അതാണ് മുഹമ്മദ് പറഞ്ഞിട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചത്. അതാണ് അവരുടെ മൊറാലിറ്റി. അത് ശരിയാ. അടിമത്ത ഹലാലാണേ. ഉം. ആ മനസ്സിലായി. അടിമത്ത അത് ഹലാലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ എന്നാലും ഇത് പറയാനൊരു മടിയെങ്കിലും കാണിക്കുന്നുണ്ട്. ഇല്ല, അത് അത് മടിക്കേണ്ട വലിയ കാര്യമില്ല. കാര്യം. കാരണം അത് ദൈവത്തിൽ നിന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ്. ഉം. അപ്പൊ ഈ- അപ്പൊ മൊറാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ അബദ്ധമാണ്. അതെ. ഇവര് വിചാരിക്കുന്ന മൊറാലിറ്റി ഇനി എന്തുകൊണ്ട് ഈ മൊറാലിറ്റി ഇങ്ങനെ ഘട്ടം ഘട്ടാക്കി? ആദം നബിക്ക് എല്ലാ അറിവും കൊടുത്തിരുന്നു പഠിച്ചോൻ. ഉം. അപ്പൊ നിയമങ്ങളും കൊടുത്തുകൂടായിരുന്നു? അതെ. ആ, ആ. പ്രധാനപ്പെട്ട തെറ്റു ശരിയും പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഈ 1,00,000 അതെ, ചില്ലാൻ ആൾക്കാരെ പറഞ്ഞേക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, അതെ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഒന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അത് സമയമെടുക്കും. എന്തായാലും നമുക്ക് നോക്കാം. കാരണം ആളുകളുടെ ഇടയിൽ, സമൂഹത്തിൽ നല്ല മാറ്റം ഉണ്ട് എന്നാണ് ഞാൻ തീർച്ചയായിട്ടും. മനസ്സിലാക്കുന്നത്. ഞാൻ ഇതേപോലെ എന്റെ വീട്ടില് ഒരു 40-50 വയസ്സായിട്ടുള്ള എന്റെ വല്യമ്മ, പിന്നെ എന്റെ ഉമ്മ, ഉം, ഇവരൊക്കെ ഞാൻ ഇവരോട് സംസാരിക്കും ഉം, ഈ വക കാര്യങ്ങളെ പറ്റിയിട്ട്. ഉം. അതൊക്കെ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ മാറ്റമാണ്. ആ ഞാൻ വീട്ടിലെത്തിയാല് ഞാൻ ഇപ്പൊ പുറത്ത് പോവാണെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പറ്റി ഞങ്ങൾ തമ്മില് ഉം, നിരന്തര സംസാരങ്ങളാണ്. ഉം, അങ്ങനെ ഒരു പഠിച്ചുണ്ടാവോ? ഉം, ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക്, ഒരു ചെറിയ കുട്ടിയാണ്, ഉം, അവർക്ക് ഒരു മേജർ ഒരു അസുഖം, അങ്ങനെ ഉം, ഉം, ആർക്കില്ലാത്തൊരു അസുഖം വന്ന് ഉം, അവളെ വാപ്പയും ഉമ്മയും നല്ല ദീനി ബോധത്തോടു കൂടി നടക്കുന്ന ആൾക്കാരാണ്. ഉം, അപ്പൊ ഇത് വന്നത് ഇത് ദൈവം എന്തിനു കൊടുത്തു? ഉം. അത് ആരെ നേരെ പരീക്ഷിക്കാൻ തിരിച്ച് വേണ്ടി? നിനക്കോ നിന്റെ മക്കൾക്കോ വന്നിട്ടുണ്ടെങ്കിൽ ആ കഥ കഴിഞ്ഞു. അതാണ്. അത് പറയും. അപ്പൊ ഇവരെന്ത് വെച്ചിട്ടാ തുടങ്ങുക വെച്ചാൽ, ഞാൻ ഇങ്ങനെയൊക്കെ അതിന്റെ ശേഷം എന്റെ ഉമ്മാക്ക് സ്ട്രോക്ക് വന്ന് ആ, ഒരു കഴിഞ്ഞ വർഷം. ആ, അവര് പറയും, കണ്ടോ പഠിച്ചോന്റെ ഓരോ പരീക്ഷണങ്ങളാണ്. ഉം, അപ്പൊ ഞാൻ നേരെ എടുത്തിട്ട് ചോദിക്കും, ഇപ്പൊ ഉം, ഇവക്ക് ഇങ്ങനെ വന്നത് ഉം, ആരെ പരീക്ഷിക്കാൻ വേണ്ടി? ചെറിയ കുട്ടിയാണ്, ഒരു 10ാം ഉം, ക്ലാസ്സിലെത്തിയ പെൺകുട്ടിയാണ്. ഉം, ഇനി അവൾ ആ ഒരു സാധനം വെച്ച് ഇനി അവളെ ലൈഫ് ലോങ് ജീവിക്കണം. ഉം, എന്ത് പരീക്ഷണാണ്? ഉം, അപ്പൊ ഒരു അതിന് ഉത്തരം ഉണ്ടാവില്ല. ഉം. അപ്പൊ അള്ളാന്റെ ആ പരീക്ഷണം. അതെ, മറ്റേത് നിനക്കാണെങ്കിൽ ശിക്ഷയാണ്. ശിക്ഷയാണ്. അതെ. മനസ്സിലായി. ഇപ്പൊ അപ്പൊ ആമസോൺ അല്ല, മറ്റേ അമേരിക്കയിലെ കാട്ടുതീ എന്ന് പറയുന്നത് ശിക്ഷയാണ്. ഉം, ചൈനയില് അതെ, പിന്നെ മാത്രമായിട്ട് നമ്മളെ കോവിഡ് പടർന്നു പിടിച്ചപ്പോ അത് ശിക്ഷയായിരുന്നു. പിന്നെ മക്കയിൽ അതെ. എത്തിയപ്പോഴാണ് അത് പരീക്ഷണമായത്. പരീക്ഷണായത്. അപ്പൊ ഇത് ഇങ്ങനെ എന്താ വെച്ചാൽ എല്ലാത്തിനെയും ഇവരെ തന്നെ, ഇവരുടെ വിശ്വാസം ശരിയാണെന്ന് ഇവർക്ക് തന്നെ ആത്മവിശ്വാസം ഇല്ലാത്ത പോലെയാണ് ഇവരിങ്ങനെ ഈ ഓരോ ഉം, കാര്യങ്ങൾ എടുത്തു വെച്ച് അത് അതിമ കണക്ട് ചെയ്തിട്ട് കൺഫർമേഷൻ ഇതിലേക്ക് പോകുന്നത്. അതെ. അപ്പൊ എന്തായാലും നടക്കട്ടെ. നിങ്ങൾ വിളിക്കും. ഇൻഷാ അള്ളാ നടക്കട്ടെ. ശരി, ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഓക്കെ, ഓക്കെ. ഓക്കെ.